അടുത്ത വർഷം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ അസമിൽ ബിജെപിക്ക് വൻ തിരിച്ചടി. ബോഡോലാൻഡ് ടെറിട്ടോറിയൽ കൗൺസിൽ തെരഞ്ഞെടുപ്പിൽ ബിജെപി സഖ്യത്തെ തകർത്ത് BPF അധികാരം പിടിച്ചെടുത്തു. 15 നിയമസഭാ സീറ്റുകൾ ഉൾപ്പെടുന്നതും 10 സീറ്റുകളെ നേരിട്ട് സ്വാധീനിക്കുന്നതുമാണ് ബോഡോലാൻഡ് ടെറിട്ടോറിയൽ കൗൺസിലിലെ ഫലം. അതേസമയം ആകെയുണ്ടായിരുന്ന ഒരു സിറ്റിംഗ് സീറ്റ് കോൺഗ്രസിനും നഷ്ടമായി. അടുത്ത മാസം 3-ന് കൗൺസിൽ തലവനായി ഹഗ്രാമ മുഹിലാരി സത്യപ്രതിജ്ഞ ചെയ്യും. രാജ്യത്തെ ഏറ്റവും വലിയ സ്വയംഭരണ പ്രദേശമായ ബോഡോലാൻഡ് ടെറിട്ടോറിയൽ കൗൺസിൽ തെരഞ്ഞെടുപ്പിലാണ് BJPക്ക് ഏറ്റവും വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നത്. BJP സഖ്യത്തെ തൂത്തെറിഞ്ഞ ബോഡോലാൻഡ് പീപ്പിൾസ് ഫ്രണ്ട് വീണ്ടും അധികാരം പിടിച്ചു. 2016 ശേഷം അസമിൽ BJP നേരിടുന്ന ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് പരാജയമാണിത്. മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിൽ വൻ വർഗീയ പ്രചരണമായിരുന്നു BJPയും സഖ്യകക്ഷികളും അഴിച്ചുവിട്ടത്. ആകെയുള്ള 40 സീറ്റിൽ 28 എണ്ണവും ഹഗ്രാമ മുഹിലാരി നയിച്ച BPF തൂത്തുവാരി. BJPക്ക് 5ഉം സഖ്യകക്ഷിയായ യുണൈറ്റഡ് പീപ്പിൾസ് പാർട്ടി ലിബറലിന് 7 സീറ്റുകളും മാത്രമാണ് ലഭിച്ചത്. BJPക്ക് 4 സിറ്റിംഗ് സീറ്റുകൾ നഷ്ടമായപ്പോൾ UPPLന് 5 സിറ്റിംഗ് സീറ്റുകളാണ് നഷ്ടമായത്. കോൺഗ്രസിന് ആകെയുണ്ടായിരുന്ന ഒരു സിറ്റിംഗ് സീറ്റും നഷ്ടപ്പെട്ടു. 15 നിയമസഭാ സീറ്റുകൾ ഉൾപ്പെടുന്നതും 10 സീറ്റുകളെ നേരിട്ട് സ്വാധീനിക്കുന്നതുമായ ബോഡോലാൻഡ് ടെറിട്ടോറിയൽ കൗൺസിലിലെ ഫലം അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ആസാമിൽ BJPക്ക് വലിയ ആശങ്കയാണ്. മുസ്ലിം വിഭാഗം ആസാം കയ്യേറുന്നതടക്കം കടുത്ത വർഗീയ AI വീഡിയോകൾ പുറത്തിറക്കിയാണ് BJP തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. മുസ്ലിങ്ങൾ അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരാണെന്നും BJP നേതാക്കൾ പ്രചരിപ്പിച്ചിരുന്നു. ഈ വർഗീയ പ്രചരണങ്ങൾക്കുമാണ് വലിയ തിരിച്ചടി BJPക്ക് നേരിടേണ്ടി വന്നത്. കൈരളി ന്യൂസ്, ദില്ലി.